സോ നെക്സ്റ്റ് മൊഡ്യൂൾ 4നെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ മൊഡ്യൂൾ 4ൽ മെയിൻ ആയിട്ടും സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യറി. അതിൽ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഗവർണർ, പിന്നെ ഒന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, അഡ്വക്കേറ്റ് ജനറൽ. അതായത് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് പഠിച്ചപ്പോൾ പ്രസിഡന്റ് പഠിച്ചു. ആ പ്രസിഡന്റിന് തുല്യമാണ് ഗവർണർ സ്റ്റേറ്റില്. അതേപോലെ തന്നെ നമ്മൾ അവിടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിച്ചു, ഇവിടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം. അവിടെ പ്രൈം മിനിസ്റ്റർ പഠിച്ചു, അതിന് പകരം ഇവിടെ ചീഫ് മിനിസ്റ്റർ പഠിക്കണം. അവിടെ അറ്റോർണി ജനറൽ പഠിച്ചു, ഇവിടെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കണം. ഇതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത്. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ പാർലമെന്റ് ഉണ്ടായിരുന്നു യൂണിയൻ ലെജിസ്ലേച്ചർ ആയിട്ട്. ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്താ പറയാ അസംബ്ലി ആണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നമ്മുടെ നിയമസഭ. ഓക്കെ, സോ നിയമസഭ മെമ്പർഷിപ്പ്, അതിന്റെ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ, ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പാർലമെന്റ്, എന്തൊക്കെ ഹൗസസ് ഉണ്ട്, അവിടുത്തെ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റേറ്റ് ജുഡീഷ്യറിയെ കുറിച്ചും ഹൈക്കോടതിയുടെ പവേഴ്സും ഹൈക്കോടതിയുടെ ഫങ്ഷൻസും എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ പാർട്ട് 6 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 153 ടു 167 അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗവർണർ ആണ് ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗവർണറിനൊപ്പം തന്നെ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും അഡ്വക്കേറ്റ് ജനറലുമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്: സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്. ഓക്കെ, പിന്നെ വൈസ് ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി ഇല്ല. അതായത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവി അവിടെ ഉണ്ടല്ലോ സെന്ററിൽ. സ്റ്റേറ്റിൽ വൈസ് ഗവർണർ എന്ന് പറഞ്ഞൊരു പദവി ഇല്ല കേട്ടോ. പിന്നെ ഗവർണറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്, അതായത് അയാളല്ല റിയൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം ചീഫ് മിനിസ്റ്റർ ആണ്, പക്ഷെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് ഗവർണറാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏജന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടാണ് ഗവർണറിനെ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പാർലമെന്ററി സമ്പ്രദായത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റിൽ ഗവർണർ എന്ന് പറയുന്നത്. അതായത് ഈ ഗവർണർ ആയിരിക്കും സെൻട്രൽ ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്ന പീരിയോഡിക്കലി വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ. Okay, usually there is a governor for each state, but the 7th Constitutional Amendment Act of 1956 facilitated the appointment of same person as governor of 2 or more state. 2-3 സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ പറ്റും. ഓക്കെ, അത് 1956 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ശേഷം പറ്റും. 56 മുമ്പ് അത് പറ്റില്ലായിരുന്നു. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവർണർ വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കേരളത്തിലെ ഗവർണറിന് തന്നെ വേണമെങ്കിൽ തമിഴ്നാടിന്റെയും ഗവർണർ ആവാം. അതായത് ഒരേ സമയം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഗവർണറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഒരു വ്യക്തിക്ക്. ഇനി ഗവർണർ ആവാനുള്ള അപ്പോയിന്റ്മെന്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അയാളുടെ ക്വാളിഫിക്കേഷൻ? സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം, എലിജിബിൾ ടു ബിക്കം എ മെമ്പർ ഓഫ് ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്, അല്ലെങ്കിൽ ഹൗസ് ഓഫ് പാർലമെന്റ് ആണ്, ആൻഡ് ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. പിന്നെ വരുന്നത് ടേം ഓഫ് ഗവർണർ ഓഫീസ് ആണ്. 5 വർഷമാണ് ടേം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഗവർണറിന് റിസൈൻ ചെയ്യാം. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയതുകൊണ്ട് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്. അതുപോലെ തന്നെ ഗവർണറിനെ വേണമെങ്കിൽ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഗവർണറിനെ മാറ്റി വേറൊരു സ്ഥലത്താക്കാനോ ഒക്കെ ഉള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. പിന്നെ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ ഗവർണറാണ്. പ്രസിഡന്റ് പറഞ്ഞ അതേ പവേഴ്സ് തന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് എക്സിക്യൂട്ടീവിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. അതായത് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണറാണ്. അപ്പൊ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് ഒരുപാട് നടത്തുന്നത് ഗവർണറാണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഒപ്പിട്ടാലേ നിയമസഭയിൽ പാസ്സാക്കുന്ന ബില്ല് ലോ ആയി മാറും. ഓക്കെ, പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നിയമസഭ എന്ന് പറയുന്നത് ഒരൊറ്റ ഹാളാണ്. അതിനകത്ത് 140 MLA ഉണ്ടാവും. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ 2 സഭകൾ ഉണ്ടായിരിക്കും. അതായത് ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭ ഉള്ള പോലെ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഒരു ചെറിയ രാജ്യസഭ ഉണ്ടാവും. അപ്പൊ അതിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അല്ല, ഗവർണറാണ്. ഓക്കെ, ഗവർണറിനാണ്
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അപ്പോയിന്റ്മെന്റ് നടത്താനുള്ള പവർ. ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് laid in before the state legislature by the governor ആണ്. പിന്നെ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്, ഇതൊക്കെ സൈൻ ചെയ്യണത് ഗവർണറാണ്. ഗവർണർ സൈൻ ചെയ്യുന്ന അനുസരിച്ച് പൈസ ബഡ്ജറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിന് ഉള്ള പവേഴ്സ് പോലെ തന്നെ ഇവിടെ ഗവർണറിനും ജുഡീഷ്യൽ ആയിട്ടുള്ള ചില പവേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് ഹി കൻ ഓൾസോ, അതായത് ചില ശിക്ഷാ ഇളവുകൾ കൊടുക്കാനും പറ്റും ഗവർണറിന്. അതായത് ചില ശിക്ഷകൾ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും, ചിലത് റെസ്പൈറ്റ് ചെയ്യാൻ പറ്റും, ചിലത് റെമിറ്റ് ചെയ്യാൻ പറ്റും, ചിലത് അബ്സോൾവ് ചെയ്യാൻ പറ്റും, വെറുതെ വിടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പവേഴ്സ് ഒക്കെയാണ് ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത്. ഡിപ്ലോമാറ്റിക് പവേഴ്സും മിലിറ്ററി പവേഴ്സും ഇന്റർനാഷണൽ പവേഴ്സും ഒന്നും ഗവർണറിന് ഇല്ല. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. നമ്മൾ അവിടെ പഠിച്ച മിനിസ്റ്റേഴ്സിന്റെ കൗൺസിൽ പോലെ ഇവിടെയും ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രീസ് ഉണ്ട്, അതുപോലെ അതർ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ക്യാബിനറ്റ് മിനിസ്ട്രി ഉണ്ട്, പിന്നെ അതർ മിനിസ്ട്രീസും ഉണ്ട്. ചീഫ് മിനിസ്റ്റർ ആണ് ഇതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്റർ ആണ് മെയിൻ റോള്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്റർ ആണ് മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഗവർണറിനെ ഉപദേശിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ തന്നെയാണ് അവർക്കുള്ള പോർട്ട്ഫോളിയോസ് തീരുമാനിക്കുന്നത്, പോർട്ട്ഫോളിയോസ് റീഷഫിൾ ചെയ്യുന്നത്, അസംബ്ലി വിളിച്ചു കൂട്ടുന്നതും അസംബ്ലി പിരിച്ചുവിടുന്നതും ഒക്കെ ചീഫ് മിനിസ്റ്ററിന്റെ ഉപദേശപ്രകാരമാണ്. ചീഫ് മിനിസ്റ്റർ ആണ് ആ ഒരു പെർട്ടിക്കുലർ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദ അസംബ്ലി. അതേപോലെ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരവും ചീഫ് മിനിസ്റ്ററിനുണ്ട്, അസംബ്ലി ഗവർണറിനെ അഡ്വൈസ് ചെയ്തുകൊണ്ട്. പിന്നെ ഗവർണറുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തൊക്കെയാണ് മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതറിയാൻ വേണ്ടി വേണമെങ്കിൽ ഗവർണറിന് ചീഫ് മിനിസ്റ്ററിനെ വിളിച്ചു വരുത്താനും പറ്റും. ഓക്കെ, സെയിം നിങ്ങൾ പ്രൈം മിനിസ്റ്ററിന് എന്ത് പഠിച്ചോ അതേ കാര്യം തന്നെ ചീഫ് മിനിസ്റ്ററിന് അപ്ലൈ ചെയ്യാം. അത് ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് പ്രൈം മിനിസ്റ്ററിന്റെ റിലേഷൻ വിത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററിന്റെ റിലേഷൻ വിത്ത് ഗവർണറാണ്. അത്രേ ഉള്ളൂ. പ്രസിഡന്റ് ഇരിക്കുന്നിടത്ത് ഗവർണറിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതാണ് തേർഡും ഫോർത്തും മോഡലും തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ പഠിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വായിക്കുക, റിലേഷൻ ടു ഗവർണർ, പിന്നെ അതർ ഫങ്ഷൻസ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആണ്, ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് ആണ്. ഓക്കെ, ക്രൈസിസ് മാനേജർ ആണ് സംസ്ഥാനത്തിന്റെ, അതുപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചീഫ് മിനിസ്റ്ററിന്റെ പവേഴ്സിൽ വരുന്നതാണ്. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ ലോക്സഭയുടെ അല്ലെങ്കിൽ ഇപ്പോൾ അസംബ്ലി ആണെങ്കിൽ അസംബ്ലിയുടെ 15% വരെ പരമാവധി നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ അപ്പോയിന്റ്മെന്റ്, അഡ്വക്കേറ്റ് ജനറലിന്റെ റിമൂവല്, ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക ഹൈക്കോടതികളിലും അതുപോലെ ലോവർ കോടതികളിലും. അതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഫംഗ്ഷൻ. വേറെയും ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഗോ ത്രൂ ദാറ്റ് റിവ്യൂ. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രദേശങ്ങൾ മിലിറ്ററിലി സ്ട്രാറ്റജിക്കലി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റും. ഓക്കെ, അതിന്റെ അർത്ഥം അത് സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറി ആണ്. എല്ലാം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറി ആക്കുന്നല്ല, അല്ലാത്ത പ്രദേശങ്ങളും യൂണിയൻ ടെറിട്ടറി ആക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ദമാൻ ആൻഡ് ദയു, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് ഐലൻഡ്സ്, ഇതൊക്കെ കോസ്റ്റൽ ആയിട്ടുള്ള ഐലൻഡ്സ് ആണ്. അല്ല കോസ്റ്റൽ അല്ല, ഒന്ന് ഓഷ്യൻസിലാണ് അല്ലെങ്കിൽ സീയിലാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കോസ്റ്റൽ ആയിട്ടുള്ള ചില സിറ്റീസ് ഉണ്ട്. ദമാൻ ആൻഡ് ദയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഇതൊക്കെ കോസ്റ്റൽ ഏരിയാസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഒരുപാട് മാസ് കാർഗോസ് പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോ ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്ന ഈ ദമാൻ ആൻഡ് ദയു, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ആ പ്രദേശങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ മിലിറ്ററിലി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആക്കാം. അതല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആക്കുന്നത് പെട്ടെന്ന് ഒരു രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു സംസ്ഥാനമാക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നവരെ അതിനെ വേണമെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിലനിർത്താം.
അതുമല്ലെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പോപ്പുലേഷൻ, അതായത് ഇപ്പൊ പോർച്ചുഗീസുകാരുടെ പ്രദേശമായിരുന്ന ഗോവ, അവിടെ പോർച്ചുഗീസ് പോപ്പുലേഷൻ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവർ ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആണ്. സോ അവരുടെ കൾച്ചറും അവരുടെ എന്താണ് ലാംഗ്വേജും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ബി എക്സസൈസ്ഡ് ഓവർ ദർ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമ്മൾ അതിനെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് നിലനിർത്തും. ഗോവ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറി. പിന്നെ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ളതും ഒന്ന് നോക്കി വെച്ചേക്കാം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിൽ ബട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് പ്രസിഡന്റിന്റെ ഒരു ഏജന്റ് ആയിരിക്കും. ആ ഏജന്റിന് പല പേരുകൾ ഉണ്ടാവും. ചിലപ്പോൾ അയാളെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയും, ചിലപ്പോൾ അയാളെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അയാളെ കമ്മീഷണർ എന്നും പറയും. ഓക്കെ, ചീഫ് കമ്മീഷണർ എന്നും പറയും. പിന്നെ വരുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ വിധാൻസഭ എന്ന് പറയും, ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വിധാൻ പരിഷത്ത് എന്ന് പറയും. ഒന്ന് അപ്പർ ഹൗസ്, ഒന്ന് ലോവർ ഹൗസ്, ഒന്ന് ഡയറക്ട്ലി ഇലക്ടഡ്, ഒന്ന് ഇൻഡയറക്ട്ലി ഇലക്ടഡ്. പിന്നെ കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എത്ര പേര് വരെ ആവാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, എങ്ങനെയാണ് എലക്ട് ചെയ്ത് വരുന്നത്, എത്ര ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് റെപ്രസെന്റേഷൻ ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് എന്തോരം റിസർവേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കേസിലും ഇത് പറയണം. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇൻഡയറക്ട്ലി എലക്ടഡ് ആണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. കുറെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് ഫ്രം ദ ഗവർണർ. ഗവർണർ കുറെ പേര് നോമിനേറ്റ് ചെയ്യും. പിന്നെ 1/3 ഓഫ് ദ മിനിമം ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. നമ്മൾ രാജ്യസഭയിൽ പറയില്ലേ 1/3 മെമ്പേഴ്സ്, എന്താ പറയാ, ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 മെമ്പേഴ്സ് റിസൈൻ ചെയ്ത് പുതിയ മെമ്പേഴ്സ് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ. കുറച്ച് മെമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും 5 വർഷം, കുറച്ച് മെമ്പേഴ്സ് ഇടയ്ക്ക് വെച്ച് പോകും. നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് 2 ഹൗസസ് ആണ്. 5 വർഷമാണ് 2 ഹൗസിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ യു ക്യാൻ സി ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കേസിൽ 1/3 ഓഫ് ഇറ്റ്സ് മെമ്പർ റിട്ടയർ ഓൺ എക്സ്പയറേഷൻ ഓഫ് എവറി സെക്കൻഡ് ഇയർ. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആൾക്കാർ റിട്ടയർ ചെയ്തു പോകും. പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് പഠിച്ചു വെച്ചേക്കുക. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രിസൈഡിംഗ് ഓഫീസർ നമ്മൾ സ്പീക്കർ എന്നാണ് പറയുക. സ്പീക്കറിന് പുറമെ അവിടെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടായിരിക്കും. അതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ അതിന്റെ ചെയർമാൻ, അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസറെ നമ്മൾ ചെയർമാൻ എന്നാണ് പറയുക. അപ്പൊ അതിനൊരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യം നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. പിന്നെ ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, ബഡ്ജറ്റ് പാസ്സാക്കുന്നതൊക്കെ ഫിനാൻഷ്യൽ പവേഴ്സ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ജുഡീഷ്യറിയെ കുറിച്ചാണ് നോക്കേണ്ടത്, ഹൈക്കോടതിയെ കുറിച്ച്. ഓക്കെ, ഏത് പാർട്ടിലാണ് ഹൈക്കോടതിയെ കുറിച്ച് പറയുന്നത്, ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്, ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് എങ്ങനെയാണ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ യു ക്യാൻ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് സെയിം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, റെഡ് ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോ മൊഡ്യൂൾ 3 നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4 വിൽ ബി വെരി ഈസി.